അങ്ങനെയൊരു മാമ്പഴക്കാലം. ഈ പുസ്തകം ഇന്ന് വായിച്ചാലോ? 2011 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, പിന്നെ ഇന്ത്യൻ റൂമിനേഷൻ അവാർഡ് എന്നിവ നേടിയ പുസ്തകമാണിത്. ഇത് നമ്മുടെ പ്രശസ്ത എഴുത്തുകാരൻ അജോയ് കുമാർ, അജോയ് ഏട്ടൻ വിളിക്കും. അജോയ് ഏട്ടൻ എൻ്റെ സമന്യുവിന് അയച്ചു തന്ന ബുക്കാണ്. അപ്പോൾ അവന് ഞാനിത് വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു ഇതൊക്കെ വായിക്കുന്ന കേൾക്കുമ്പോൾ. അപ്പോൾ ഞാനിത് വായിച്ചു തരാനാണ് പോകുന്നത്. ഇതിൽ കുറച്ച് കഥകളുണ്ട്. അതിനകത്ത് ഞാൻ ഇന്ന് ഒരു മുറിവിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥ വായിക്കാം. ഒരു മുറിവിൻ്റെ ഓർമ്മയ്ക്ക്. ഒരു ബാല്യകാല സ്മരണ തുടങ്ങേണ്ടത് ന്യായമായും ഒരു നാട്ടുമാവിൽ നിന്നോ മാമ്പഴക്കാലത്തിൽ നിന്നോ ആയിരിക്കണമെന്നത് നാട്ടുനടപ്പാണ്. ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതും മാമ്പഴക്കാലത്തെക്കുറിച്ചുള്ള എൻ്റെ സ്മരണകളും അതിനിടെ നടന്ന ചെറിയ സംഭവവുമാണ്. മാങ്ങ എന്നാവർത്തിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ ഒരു ആഹാരഭ്രാന്തനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. എല്ലാ കുട്ടികളെയും പോലെ ഒരു മാങ്ങ കൊതിയൻ മാത്രം. കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വീട്ടുമുറ്റത്ത് നിന്ന വളരെ വലിയ ഒരു നാട്ടുമാവും അതിലെ രുചിയുള്ള മാങ്ങയുമാണ്. ഉയരം കൂടിയ ആ മാവ് വീട്ടിന് മുന്നിൽ ഒരു തണൽ മരമായി എത്രയോ വർഷം നിലകൊണ്ടു. താഴെ നിന്ന് നോക്കുമ്പോൾ നിറയെ അണ്ണാരക്കണ്ണന്മാരും കിളികളും അവയുടെ ശബ്ദവും എല്ലാം ചേർന്ന ഒരു റഷ്യൻ നാടോടി കഥയിലെ അത്ഭുത ലോകമാണ് എനിക്ക് സമ്മാനിച്ചിരുന്നത്. മുറ്റത്തെ മാങ്ങയ്ക്ക് മധുരമില്ല എന്ന ചൊല്ല് സൃഷ്ടിച്ചുകൊണ്ട് അമ്മ എപ്പോഴും ആ പാവം മാവിൻ്റെ കുറ്റങ്ങൾ മാത്രം അച്ഛനോട് അക്കമിട്ട് നിരത്തുക പതിവായിരുന്നു. പൊഴിയുന്ന ഇല മുറ്റത്ത് ചവറുണ്ടാക്കുന്നു, മാങ്ങ കിട്ടാൻ കല്ലെറിയുന്ന പിള്ളേർ ഓട് പൊട്ടിക്കുന്നു, അണ്ണാൻ മാങ്ങ തിന്നിട്ട് ചവർ മുറ്റത്തിടുന്നു, മാവിൽ വന്നിരിക്കുന്ന കാക്കകൾ മുറ്റം നിറയെ കാഷ്ടിക്കുന്നു എന്നിങ്ങനെ പട്ടിക നീളുമായിരുന്നു. ചില പരാതികൾ സത്യം തന്നെ ആയിരുന്നു. സ്കൂൾ വിട്ടു പോകുന്ന കുട്ടികളെല്ലാവരും, എൻ്റെ സഹപാഠികൾ ഉൾപ്പെടെ, റോഡിൽ നിന്ന് മാവിലേക്ക് എറിയുക എന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയിരുന്നു. 80 വയസ്സുള്ള എൻ്റെ അമ്മൂമ്മ വടിയുടെ സഹായത്തോടെ മുറ്റത്ത് വന്ന് നിന്ന് ആ വികൃതി പിള്ളേരുമായി അവരെക്കാളും ചെറിയ കുട്ടിയുടെ വാശിയോടെ വഴക്കുണ്ടാക്കുമായിരുന്നു. അന്ന് വൈകിട്ട് വരെ കൂടെ ഇരുന്ന് പഠിച്ച പിള്ളേർ പോലും മാങ്ങ തിന്നുക എന്ന അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്ത ഒരു ബൂർഷ്വ മുതലാളി എന്ന പോലെ എന്നെ തുറച്ചു നോക്കിയിരുന്നതും എൻ്റെ ഓർമ്മയിലുണ്ട്. കൂട്ടത്തിൽ കവിതാ മനോരഞ്ജിനി, കൽപ്പന, പ്രിയദർശിനി എന്നിങ്ങനെ വായിൽ കൊള്ളാത്ത പേരുള്ള 2 പിള്ളേരായിരുന്നു ഏറ്റവും വികൃതികളും മറ്റുള്ളവരുടെ നേതാക്കളും. കവിത എൻ്റെ സഹപാഠിയായിരുന്നു. പിൽക്കാലത്ത് അവർ യഥാക്രമം ഉർവശി, കൽപ്പന എന്നീ നടികളായി അറിയപ്പെടുമെന്ന് ആരും അറിഞ്ഞില്ല. അറിഞ്ഞാൽ തന്നെ സിനിമാ ഭ്രാന്തില്ലാതിരുന്ന അമ്മൂമ്മ 2 ചീത്ത കൂടുതൽ വിളിക്കുമായിരുന്നു എന്നേ ഉള്ളൂ. ഒടുവിൽ എന്തു പറയാൻ, ആ മാവ് വെട്ടാൻ തന്നെ തീരുമാനിച്ചു. പിൽക്കാലത്ത് അതുണ്ടാക്കിയ നഷ്ടങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്തതിനാലാവാം എനിക്കൊരു സങ്കടവും തോന്നിയില്ല, മറിച്ച് സന്തോഷം തോന്നുകയും ചെയ്തു. മാവ് വെട്ടാൻ വരുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന ശബ്ദവും കോലാഹലങ്ങളും തടി കൊണ്ടു പോകാൻ വരുന്ന കാളവണ്ടിയും എല്ലാം ആലോചിച്ചാവണം ഞാൻ സന്തോഷവാനായത്. മാവ് വെട്ടുന്നത് വേറെ എന്തിനോ ആണെന്ന് കേട്ടിട്ടുള്ള അമ്മമ്മ അന്നേ ദിവസം ഭയന്ന് പുറത്തിറങ്ങിയതേയില്ല. ഒരു ഞായറാഴ്ച അരങ്ങേറിയ മരം വെട്ടൽ മാമാങ്കത്തോടുകൂടി ആ മുത്തച്ഛൻ മാവും മധുരമുള്ള മാങ്ങയും കിളികളും എല്ലാം ഒരു ഓർമ്മയായി അവശേഷിച്ചു. കല്ലെറിയാൻ മാവില്ലാതെ പിള്ളേർ കുറേ കാലം അവിടെല്ലാം ചുറ്റി നടന്നു. വഴക്കിടാൻ ആളില്ലാതെ അമ്മൂമ്മയും. നഷ്ടപ്പെട്ട മാവിൻ്റെ വില എല്ലാവരും മനസ്സിലാക്കുന്നത് അടുത്ത മാമ്പഴക്കാലത്താണ്. അന്യായ വില കൊടുത്ത് മാങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് അച്ഛനും
ഉപ്പിലിടാൻ കണ്ണിമാങ്ങ പോലും വില കൊടുത്ത് വാങ്ങേണ്ടി വന്നപ്പോൾ അമ്മയും കുറച്ചു വീടുകൾക്കപ്പുറത്തുള്ള ഒരു മാവിൻ്റെ മുതലാളിയായ രാംഗോപാലിൻ്റെ അഹങ്കാരം കണ്ടപ്പോൾ ഞാനും നഷ്ടപ്പെട്ട മാവിൻ്റെ വില മനസ്സിലാക്കി. വെക്കേഷൻ കാലമാണല്ലോ സാധാരണ നമ്മൾക്ക് മാമ്പഴക്കാലം. പൂത്തൊലിഞ്ഞു നിൽക്കുന്ന സമീപത്തെ മാവുകൾ അടുത്ത വെക്കേഷൻ കാലത്ത് എനിക്ക് ഒരു വേദനയായി മാറി. എന്നാലും എല്ലാം മറന്ന് അയൽവാസിയായ രാംഗോപാലിൻ്റെ വീട്ടിൻ്റെ മാവിൻ്റെ മുകളിലായിരുന്നു അടുത്ത വെക്കേഷൻ ഞങ്ങളെല്ലാവരും ചെലവഴിച്ചത്. മരത്തിൽ കയറുക എന്നത് കൈവന്ന കലയാണെങ്കിലും വലിയ ഉയരമുള്ള മരങ്ങളിൽ കയറാൻ എനിക്ക് അല്പം പേടിയുണ്ടായിരുന്നു. ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറിപ്പോകുന്ന രാംഗോപാൽ ആയിരുന്നു അവിടുത്തെ മരം കയറ്റ ഹീറോ. എത്ര ഉയരമുള്ള കൊമ്പിലെ മാങ്ങയായിരുന്നാലും അവൻ ഞങ്ങളെല്ലാം തോൽപ്പിച്ച് പോയി പറിച്ചെടുക്കുമായിരുന്നു. അവൻ വേണ്ടെന്ന് വയ്ക്കുന്നതോ അണ്ണാൻ തിന്ന് ബാക്കിയായതോ ആയ മാങ്ങകളാണ് ഞങ്ങൾ മരക്കൊമ്പിലിരുന്ന് തിന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം പതിവ് പോലെ പഴുത്തു നിന്ന ഒരു മാങ്ങയെ ലക്ഷ്യമാക്കി മുകളിലേക്ക് പാഞ്ഞു പോയ രാംഗോപാൽ പോയതിൻ്റെ ഇരട്ടി വേഗത്തിൽ താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. മാങ്ങ യഥാസ്ഥാനത്ത് തന്നെ നിൽക്കുകയും ചെയ്യുന്നു. നിലത്തിറങ്ങിയ രാംഗോപാലിൻ്റെ പുറകെ അവൻ്റെ അമ്മയും അമ്മൂമ്മയും അകത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ എന്നിലൊരു CID ഉണർന്ന് പ്രവർത്തിച്ചു. പുറകെ പോയി അവൻ്റെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയ ഞാൻ കണ്ട കാഴ്ച ഇതായിരുന്നു. ധൈര്യശാലിയും അഭിമാനിയുമായ രാംഗോപാൽ ഒരു മേശയുടെ മുകളിൽ വിവസ്ത്രനായി നിൽക്കുന്നു. അവൻ്റെ അമ്മയും അമ്മൂമ്മയും ശ്രദ്ധയോടെ നിൽക്കുന്നു. അവൻ്റെ ദേഹത്തു നിന്നും നീറെന്നറിയപ്പെടുന്ന ഉറുമ്പുകളെ ഓരോന്നോരോന്നായി എടുത്തു കളയുന്നു. ഉറുമ്പ് കടിച്ച വേദനയിലാണ് അവൻ ആ ഓട്ടം ഓടിയത് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുറച്ചു നേരം കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ രാംഗോപാൽ ഒരു മൂളിപ്പാട്ടുമായി പുറത്തു വരികയും മാവിൽ കയറാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മറ്റു കളികളിൽ ഏർപ്പെടുകയും ചെയ്തു. അകത്തു നടന്ന കാഴ്ച ഞാൻ കണ്ട കാര്യം ഇന്ന് വരെ അവൻ അറിഞ്ഞിട്ടില്ല. വെക്കേഷൻ കാലത്തെ ഏറ്റവും മധുരമുള്ള മറ്റൊരോർമ്മ എൻ്റെ ഇളയ അമ്മാവനും കുടുംബവും നാട്ടിൽ വരുന്ന ദിവസങ്ങളായിരുന്നു. റെയിൽവേയിൽ എഞ്ചിനീയർ ആയിരുന്ന അമ്മാവൻ ഒരു 6 അടിക്കാരനായിരുന്നു. അമ്മാവൻ്റെ 2 മക്കൾ എന്നേക്കാൾ ഇളയവരും ഭയങ്കര കുസൃതിക്കാരുമായിരുന്നു. പട്ടിയുടെ കുരകേട്ട് ചെന്ന് നോക്കുമ്പോൾ അമ്മാവൻ്റെ തല ഗേറ്റിന് മുകൾ കൂടിയും പിള്ളേരുടെ കാലുകൾ ഗേറ്റിന് താഴെ കൂടിയും കാണുമ്പോഴുള്ള ആ ത്രിൽ ജീവിതത്തിൽ അതിനുശേഷം വളരെ അപൂർവമായി മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. അമ്മാവൻ തമിഴ്നാട്ടിൽ നിന്നും നേരെ അമ്മായിയുടെ നാടായ കുനുത്തൂർ എത്തി. അവിടെ നിന്നും കാലഹരണപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് കാറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഒടിഞ്ഞു മടങ്ങിയിരുന്ന ആ ശകടം ഓടിച്ചു വരുന്ന അമ്മാവൻ്റെ രൂപം ഇപ്പോഴും എന്നിൽ ചിരിയുണർത്താറുണ്ട്. 20 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ മാത്രം ശേഷിയുള്ള ആ കാർ അമ്മാവൻ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അമ്മായി ശ്വാസം പിടിച്ചും മക്കൾ ആർത്തുല്ലസിച്ചുമുള്ള ആ യാത്ര ഏതെങ്കിലും പാവം സൈക്കിൾ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ചാണ് മിക്കവാറും അവസരങ്ങളിൽ അമ്മാവൻ അവസാനിപ്പിക്കാറുണ്ടായിരുന്നത്. ആ വാഹനത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാത്ത ഏക സാധനം ഹോൺ മാത്രമായിരുന്നു. ചിലപ്പോൾ ഞാനും അമ്മാവൻ ഓടിക്കുന്ന വാഹനത്തിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാകണം അച്ഛൻ മാത്രം എപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് പിന്നെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാറുണ്ടായിരുന്നത്. ഒരിക്കൽ സൈക്കിളിൽ വട്ടം ചാടിയ ഒരു കിഴവനും അതുകൊണ്ട് സ്റ്റിയറിങ്ങിൽ നിന്നും കൈയെടുത്ത് തലയിൽ വെച്ച അമ്മാവനും കാറിനുള്ളിൽ ഉയർന്ന കൂട്ടനിലവിളിയും ഇന്നലെ എന്ന പോലെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. ഒടുവിൽ ആയുസിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ട കിഴവൻ ഒരു സർവേക്കല്ലിൽ ചാരി നിന്ന് ദീർഘശ്വാസം വിടുകയും അമ്മാവൻ മതിയാവോളം അയാളെ ഇംഗ്ലീഷിൽ ചീത്ത പറയുകയും ചെയ്തു. ഇപ്പോൾ 70 വയസ്സിന് നിറവിൽ ആക്സൻ കാർ ഓടിച്ച് അമ്മാവൻ വരുമ്പോൾ ഒരു സൈക്കിൾക്കാരന് മുന്നിൽ ചാടല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. എൻ്റെ കൂടെ കളിച്ച് തിമിർത്ത് എന്നെക്കാളും ഉഴപ്പി നടന്ന എൻ്റെ 2 കസിൻസും പിൻകാലത്ത് അമേരിക്കയിലും സിംഗപ്പൂരിലുമായി വർക്ക് ചെയ്യുകയും
കിട്ടാന്ത മുന്തിരിങ്ങ പുളിക്കും എന്ന പഴഞ്ചൊല്ലിൽ മുറുക്കെ പിടിച്ച് അസൂയ കടിച്ചമർത്തി ഞാൻ വേദാന്തം പറയുകയും മാമ്പഴക്കാലം എന്ന പേരിൽ ആത്മകഥ എഴുതി അരിശം തീർക്കുകയും ചെയ്യും എന്ന് അന്നാരും സ്വപ്നം പോലും കണ്ടു കാണില്ല. ക്ഷമിക്കണം, പറയാൻ വന്ന കഥ അമ്മാവൻ ഓടിച്ച കാർ പോലെ വഴിതെറ്റിപ്പോകുന്നു. കഥയിലേക്ക് തിരിച്ചു വരാം. വെക്കേഷൻ കാലം എന്ന സന്തോഷവും അമ്മാവനും കുടുംബവും വന്നു എന്ന സന്തോഷവും ചേർന്ന് സ്വർഗതുല്യമായ ഒരു അവസ്ഥ സമ്മാനിച്ച ഒരു ദിവസമാണ് സംഭവം നടക്കുന്നത്. പതിവ് പോലെ അമ്മാവനും കുടുംബവും തിരുവനന്തപുരത്തുള്ള അമ്മായിയുടെ ബന്ധുക്കളിൽ ഒരാളെ കാണാൻ പോകുന്നു എന്നറിഞ്ഞ് ഞാൻ അമ്മയോട് ബഹളം കൂട്ടാൻ തുടങ്ങി. എന്നെ അവരുടെ കൂടെ വിടുക എന്നതായിരുന്നു ബഹളത്തിൻ്റെ കാരണം. അമ്മാവനും അമ്മായിയും ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന പിലോതാസിൻ്റെ വചനം പറയാതെ പറഞ്ഞു നിന്നു. ഒടുവിൽ എൻ്റെ നിർബന്ധത്തിന് അമ്മ വഴങ്ങി. ഞാൻ കയ്യിൽ കിട്ടിയ വേഷവുമിട്ട് ഒരുങ്ങിയിറങ്ങി. അവരെക്കാളും മുന്നേ കാറിൽ കയറി. എസ് എന്ന ഇംഗ്ലീഷ് അക്ഷരത്തെ അനുസ്മരിച്ച് കാറിലിരുന്ന അമ്മാവൻ ലക്കും ലഗാനുമില്ലാതെ കാർ ഓടിച്ചു. വഴിയെ പോയ സൈക്കിൾ യാത്രക്കാർക്കെല്ലാം ഹാർട്ട് അറ്റാക്ക് സമ്മാനിച്ചു. വല്ല വിധവും അമ്മായിയുടെ ഒരു വല്യമ്മയുടെ വീട്ടിൽ ഞങ്ങളെ എത്തിച്ചു. ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ യാത്രക്കാരും സ്പീഡ് പോരായിരുന്നു എന്ന ചിന്തയിൽ അമ്മാവനും വീട്ടിലെ കസേരയിൽ ഉപവിഷ്ടരായി. വലിയ പരിചയമില്ലാതിരുന്ന എന്നെ ആ വീട്ടിലെ വല്യമ്മ യഥാവിധി പരിചയപ്പെട്ടു. ക്ലാസ്, സ്കൂള്, പഠന നിലവാരം എന്നിവ ചോദിച്ചറിഞ്ഞ ശേഷം അവർ ഉള്ളിൽ പോയത് കൈ നിറയെ മധുരമുള്ള മാങ്ങ നിറഞ്ഞ പ്ലേറ്റുമായി തിരികെ വരാനായിരുന്നു. പൊതുവെ മാങ്ങ കൊതിയനായി എൻ്റെ വായിൽ ഒരു വിഴിഞ്ഞ ഹാർബർ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ആ പ്ലേറ്റിൽ ഇരുന്ന മഞ്ഞയും ചുവപ്പും നിറമുള്ള മാങ്ങാപ്പൂളുകൾ എന്നെ നോക്കി വാ വാ എന്ന് വിളിക്കുന്നത് പോലെ തോന്നി. ചുറ്റിലും നടക്കുന്ന സംസാരമോ ആൾക്കാരെയോ ശ്രദ്ധിക്കാതെ ഞാൻ മാങ്ങ കയ്യിലാക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. കർപ്പൂരത്തിൻ്റെ മണവും കൽക്കണ്ടത്തിൻ്റെ മധുരവുമുള്ള മാമ്പഴപ്പുളുകൾ എൻ്റെ നാവിൽ അലിഞ്ഞു ചേർന്നു. ആ അവസരത്തിലാണ് പെട്ടെന്ന് കറണ്ട് പോയത്. പൊടുന്നനെ ഒരു ശക്തമായ വേദന എൻ്റെ കാലിൽ അനുഭവപ്പെട്ടു. തേള് കുത്തിയതുപോലെ എന്ന് പറയാൻ തേളുകുത്തിയ അനുഭവം ഇല്ലാതിരുന്നതിനാൽ അത് ശക്തമായ വേദന എന്ന് മാത്രമേ പറയാനാകൂ. എൻ്റെ കണ്ണിൽ പൊന്നീച്ച പറന്നു. പെട്ടെന്ന് ചെവിയിൽ അമ്മാവൻ്റെ ശബ്ദം, മതിയാക്കട കഴുതേ, മനുഷ്യനെ നാണം കെടുത്താതെ. ഒരു നിമിഷം എനിക്കൊന്നും മനസ്സിലായില്ല. മാങ്ങ നിയന്ത്രണമില്ലാതെ കഴിച്ചതിനാലാണ് ആ നുള്ള് അമ്മാവൻ തന്നതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. വീട്ടുകാർ അതിഥിക്ക് നൽകുന്ന ആഹാരപദാർത്ഥങ്ങൾ ഒരു ചിരിയോടെ നിരസിക്കാനോ ഔപചാരികതയോടൊന്ന് രുചിച്ചു നോക്കാൻ മാത്രമുള്ളതോ ആണെന്ന തിരിച്ചറിവ് എനിക്കെൻ്റെ പ്രായമന്ന് സമ്മാനിച്ചിരുന്നില്ല. പിന്നീട് കറണ്ട് വന്നപ്പോൾ അടുത്തിരുന്ന അമ്മാവൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് ഭയവും ലജ്ജയുമായിരുന്നു. പതിയെ എൻ്റെ കാലിലേക്ക് ഞാൻ നോക്കി. അമ്മാവൻ്റെ നഖമുണ്ടാക്കിയ പാട് ചുവന്നു കിടക്കുന്നു. ചെറുതായി ചോര പൊടിയുന്നുണ്ട്. എൻ്റെ കണ്ണിൽ കണ്ണുനീർ തളം കെട്ടി. അത് പുറത്തേക്കൊഴുകാതിരിക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെടുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. ഒന്നും സംഭവിക്കാത്തതുപോലെ ചുറ്റും ഇരുന്ന് ചിരിച്ചു സംസാരിക്കുന്ന അമ്മാവനും അമ്മായിയും പിള്ളേരും വല്യമ്മയും എല്ലാം കണ്ണുനീരിൽ കൂടി നോക്കിയപ്പോൾ ഏതോ അപരിചിതരായ ജീവികളെപ്പോലെ തോന്നിച്ചു. അമ്മയെ ഉടനെ കാണണം എന്നും അവിടെ നിന്ന് ഇറങ്ങി ഓടണമെന്നും എനിക്ക് തോന്നി. രവി, മാങ്ങ എടുക്കുന്നില്ലേ എന്ന വീട്ടമ്മയുടെ ചോദ്യം ഇടയ്ക്ക് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. മാങ്ങ എടുക്കാൻ പോയിട്ട് ആ പ്ലേറ്റിലേക്കൊന്ന് നോക്കാൻ പോലും എനിക്ക് ധൈര്യമുണ്ടായില്ല. അവസാനം 1 മണിക്കൂറിൻ്റെ ദൈർഘ്യം എനിക്ക് തോന്നിപ്പിച്ച 10 മിനിറ്റുകൾ കൂടി ഇരുന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. കാറിൽ കയറിയ ഉടനെ ഞാൻ ഭയന്നതുപോലെ അമ്മാവനും അമ്മായിയും മാങ്ങയുടെ വിഷയം തന്നെയായിരുന്നു സംസാരിച്ചത്. എൻ്റെ ആർത്തി പിടിച്ചുള്ള മാങ്ങ തീറ്റി മുതൽ മാനേഴ്സ് പഠിപ്പിക്കാത്ത അച്ഛനമ്മമാരെ വരെ ചീത്ത പറഞ്ഞ് അമ്മാവൻ സംസാരം അവസാനിപ്പിച്ചു. ഈ അവസരത്തിൽ എല്ലാം ഞാൻ അമ്മായിക്കുണ്ടാക്കിയ നാണക്കേടിനെക്കുറിച്ചാണ് അമ്മായി സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്തോ വലിയ തെറ്റാണ് ചെയ്തത് എന്ന തോന്നൽ എന്നിൽ ശക്തിപ്പെട്ടു. ആദ്യമായും അവസാനമായും അമ്മാവൻ്റെ സ്പീഡ് ഒരു അനുഗ്രഹമായി തോന്നിയ അവസരം അതായിരുന്നു. വീട്ടിലെത്തിയ പാടെ ഞാൻ എൻ്റെ കിടക്കെ ശരണം പ്രാപിച്ചു. അച്ഛനോടും അമ്മയോടും ഞാൻ ചെയ്ത ക്രൂരകൃത്യം അമ്മാവൻ പറയുമോ എന്ന പേടിയിലായിരുന്നു ആഹാരം പോലും വേണ്ടെന്ന് വെച്ചിട്ടുള്ള എൻ്റെ കള്ളയുറക്കം. ഭാഗ്യത്തിന്
അമ്മാവനോ അമ്മായിയോ ഈ വിഷയം വീട്ടിൽ അവതരിപ്പിച്ചതേയില്ല. ദിവസങ്ങൾ കടന്നുപോയി. ആ വെക്കേഷൻ കാലവും അവസാനിച്ചു. പതുക്കെ പുതുക്കെ ആ മുറിവിൻ്റെ പാടും വേദനയും അമ്മാവനോടുള്ള എൻ്റെ അകൽച്ചയും പേടിയും എല്ലാം മാഞ്ഞുപോയി. പക്ഷേ പിന്നീട് വളരെ കാലത്തേക്ക് എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ഒരു വീട്ടിൽ നിന്നും ഒന്നും കഴിക്കുവാൻ പറ്റിയിരുന്നില്ല. എവിടെ നിന്നോ ഒരു കൈ എൻ്റെ നേർക്ക് നീണ്ടുവരുമോ എന്ന ഭയം എന്നിൽ നിറഞ്ഞു നിന്നു. അതിനുശേഷം എത്രയോ മാമ്പഴക്കാലങ്ങൾ കടന്നുപോയി. മാങ്ങാ കൊതിയനായ ആ പഴയ മെലിഞ്ഞു നീണ്ട രവിയും എത്രയോ മാറിപ്പോയി. പക്ഷേ ഇന്നും ഒരു മാങ്ങാ കഷ്ണം കഴിക്കാനെടുക്കുമ്പോൾ എൻ്റെ വിരൽ അറിയാതെ ആ മുറിപ്പാട് തേടി പോകാറുണ്ട്. ഇപ്പോൾ അവിടെ തൊലിപ്പുറത്ത് ഒരു ചെറിയ പോറൽ പോലും കാണാനില്ല. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ആ മുറിപ്പാട് മാത്രം ഇന്നും അതുപോലെ അവശേഷിക്കുന്നുണ്ട്. ചോര പൊടിക്കുന്ന ഒരു ചെറിയ ഓർമ്മയായി, എൻ്റെ നിഷ്കളങ്കതയ്ക്കേറ്റ ആദ്യ മുറിവായി. അപ്പോൾ ഇതാണ് എൻ്റെ മാമ്പഴക്കാലം എന്ന കഥയിലെ ആദ്യത്തെ കഥ. ഇനി അടുത്തുള്ള കഥ അടുത്ത ദിവസം നമുക്ക് വായിക്കാം. അപ്പോൾ ഞാൻ ഈ വായിച്ചത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.